ഭക്തന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഭക്തന്മാരെ കുറിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ഒരു തലമുണ്ട്. ഭക്തന്മാർ 4 തരത്തിൽപ്പെട്ടവരുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? 4 തരത്തിൽപ്പെട്ടവരുണ്ട്. എന്താ ഈ 4 തരത്തിൽപ്പെട്ട ഭക്തന്മാർ എങ്ങനെയുള്ളവരൊക്കെയാണ്? അമ്പലത്തിൽ പോകുന്നവർ, പോവാത്തവർ, വീട്ടിൽ നാമം ജപിക്കുന്നവർ, ജപിക്കാത്തവർ, കുളിക്കുന്നവർ, കുളിക്കാത്തവർ ആണോ? എങ്ങനെ ഈ 4 തരം? നന്നായി ഒരുങ്ങി പോകുന്നവർ, ഒരുങ്ങാതെ പോകുന്നവർ, എങ്ങനെ 4 തരം എങ്ങനെയാണ്? ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളെ തരം തിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് തിരിക്കുന്നത് ആരാ? പോകുന്ന കുട്ടിയാണോ? ഇവിടുത്തെ രക്ഷകർത്താവാണോ? അവിടുത്തെ അധ്യാപകനാണോ? അധ്യാപകനാണ് ഗ്രേഡ് തിരിക്കുന്നത്. ഇതുപോലെ ഭക്തന്മാരെയും ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്. ഭക്തന്മാരെ ഗ്രേഡ് ആരാ തിരിക്കുന്നത്? തിരുമേനിയാണോ? കമ്മിറ്റിക്കാരാണോ? ഭഗവാൻ തിരിക്കും അല്ലേ? ഭഗവാനെയാണ് കാണാൻ ചെല്ലുന്നത്. ഇവിടെ ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ പറയും 4 തരമുണ്ട്. അർജുനനോടാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നതാണ്. ഹേ അർജുന, എൻ്റെ മുമ്പിൽ വരുന്നവർ 4 തരക്കാരാണ്. നമ്മളെ വിചാരം നമ്മൾ എത്ര മറ്റുള്ളവരെ പറ്റിക്കുന്നതിനൊക്കെ ഭഗവാനെ പറ്റിക്കാന്ന് വെച്ച് നടക്കില്ല. വളരെ കൃത്യമായി മനസ്സിലാക്കി ഗ്രേഡ് നിശ്ചയിക്കുന്ന ആളാണ് ഭഗവാൻ. 4 തരമുണ്ട്. ഏതൊക്കെയാണ് 4 തരം? ഒന്നാമത്തത് ആർത്തൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആർത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തൻ ദുഃഖിതൻ. ആർത്തൻ എന്ന് വെച്ചാൽ ദുഃഖിതൻ. ദുഃഖങ്ങൾ വരുമ്പോൾ ഭഗവാനെ തേടിപ്പോകുന്നൊരു വിഭാഗമുണ്ടല്ലേ? ശരിയല്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ സാധാരണഗതിയിൽ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. എന്താ സാധാരണഗതിയിലൊരു പഴഞ്ചൊല്ല് പറയുമല്ലോ? എന്താ? പാലം കടക്കുവോളം അത്രയും പറഞ്ഞാൽ മതി, ബാക്കി പറയണ്ട. അറിയാമോ? അപ്പോൾ അതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട്. അപ്പോൾ അവർക്ക് ദുഃഖം വരുമ്പം ഭഗവാനെ തേടിപ്പോകും. ഇതുണ്ടോ ഇല്ലയോ? എല്ലാ കാലത്തും ഉണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം ഭഗവാൻ പറയുന്നു, ഉള്ളതൊന്നും പോരാ എന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും വർദ്ധിക്കണമെന്ന മോഹത്തോടു കൂടി വരുന്ന ആൾക്കാരുണ്ട്. അത്യാർത്തൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഉള്ളത് ഇപ്പോൾ കുറേ ഉണ്ട് ആവശ്യത്തിന്, എങ്കിലും ഇത് പോരാ ഭഗവാൻ, എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഉറപ്പുണ്ടല്ലോ അങ്ങനെ ഒരു വിഭാഗവും ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, ജിജ്ഞാസു, എന്നെ അറിയാൻ വേണ്ടി എന്നെ ആശ്രയിക്കുന്നവൻ. മനസ്സിലായോ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? ഉണ്ടോ? അഭിപ്രായം പറഞ്ഞോ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നിങ്ങളൊക്കെ ആർക്കും മിണ്ടാനുള്ള കഴിവില്ലാത്തവരാണോ? ഒറ്റ ഉണ്ട് മതി, നല്ലതാണെങ്കിൽ. ഇതിലെ ചില പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ബെല്ലടിക്കുന്ന കഴിപ്പോയി, ഒരടി അടിച്ചാൽ പിന്നെ ഇങ്ങനെ മുഴക്കം ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ അത്യാർത്ഥി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിജ്ഞാസു, അറിയാൻ വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തനുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ സഗ്രന്ഥങ്ങൾ, ഗുരുപാദങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സപ്താഹവേദിയിൽ വരുന്നതിൽ തന്നെ നമുക്ക് പലതരക്കാരുണ്ട്. ഇപ്പോൾ ആർത്തനുണ്ട്. ഉച്ചയാകുമ്പോൾ ദുഃഖം വരും, വിശപ്പ് വരും, അവർ നേരെ അങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ട് വരില്ല. അത്യാർത്ഥനുണ്ട്. ഇവിടെയും കൂടെ വന്ന് തൊഴുതിട്ട് പോയാൽ ഇച്ചിരി കൂടെ കിട്ടും, അതുകൊണ്ട് ഇവിടെയും വന്ന് അങ്ങോട്ടും പോകും, നിൽക്കത്തില്ല. ജിജ്ഞാസ ഉള്ളവർ ഇച്ചിരി നേരം അറിയാൻ വേണ്ടി അവിടെ ഇരിക്കും. മനസ്സിലായില്ലേ? അറിയാനുള്ള താല്പര്യം കൊണ്ട് അവിടെ ഇരിക്കും. ഇനി നാലാമത്തെ ഒരു വിഭാഗമുണ്ട്. അത് ജ്ഞാനഭക്തൻ എന്ന് പറയും. ഭഗവാനെ അറിഞ്ഞവൻ. ഇങ്ങനെ 4 തരം ഭക്തന്മാരാണ് ഉള്ളത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ 4 ഭക്തന്മാരിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു? അത് പുറത്ത് പറയണ്ട, സ്വന്തമായിട്ട് മാർക്കിട്ടാൽ മതി. ആർത്തനാണോ? അത്യാർത്ഥനാണോ? ജിജ്ഞാസുവാണോ? ജ്ഞാനഭക്തനാണോ? നമ്മളെവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സ്വയം ഈ സെൽഫ് പ്രോഗ്രസ് എന്ന് പറയും. ഈ പഠനത്തിനൊക്കെ കുട്ടികളുടെ പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ്. നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ അധ്യാപകൻ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാതെ തന്നെ ഒരു സ്വന്തമായി പ്രോഗ്രസ് തയ്യാറാക്കും. ഓരോ വിഷയത്തിൽ ഇത്ര പാഠം വരെ പഠിപ്പിച്ചു, അതിൽ ഇത്ര പാഠം വരെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഓരോ വിഷയത്തിൽ ഇത്ര പാഠം പഠിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി പഠിക്കുന്ന കുട്ടികളുണ്ട്. പഠനത്തിൻ്റെ നമ്മളൊക്കെ കുട്ടികളോട് പഠിക്കൂ 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 എന്ന് പറയുക മാത്രമേ ഉള്ളൂ. എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കാറില്ല. ഉണ്ടോ? അധ്യാപകനും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകൻ വളരെ കുറവാണ്.
എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിപ്പിച്ചാൽ പിന്നെ നമ്മൾ ഈ പഠിക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? പഠിക്കുന്ന കാലത്ത് എങ്ങനെ പഠിക്കണമെന്ന് എന്നോടും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ പോക്കായി പോയി. പക്ഷേ ഇപ്പം എങ്ങനെ പഠിക്കണമെന്ന് ചിലർ പഠിപ്പിച്ച സമയത്ത് ഇപ്പോൾ കിട്ടാവുന്നത്രയും പുസ്തകങ്ങൾ എവിടെ കിട്ടിയാലും എത്ര രൂപ കൊടുത്താലും വാങ്ങി വെച്ച് സ്വയം ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയുകയും ചെയ്യും, പണ്ടൊരു 2 ബുക്ക് പഠിച്ചാൽ മതിയായിരുന്നടാ. മനസ്സിലായില്ലേ? അന്ന് 2 ബുക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇതേ വലിപ്പത്തിലുള്ള 500-500ഓളം പുസ്തകങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട് പലതരത്തിൽ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് വൃത്തിയാക്കിയൊക്കെ നോക്കുമ്പം അതിൻ്റെ വർത്തമാനം വീട്ടിൽ നിന്ന് കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൂടി പഠിപ്പിച്ചുകൊണ്ട് പഠിത്തത്തിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇവിടെയാണ് സെൽഫായിട്ട് നമ്മളും സ്വയം വിലയിരുത്തുക എന്ന് പറയും. അവനവനെ വിലയിരുത്തുക നല്ലൊരു കാര്യമല്ലേ? അപ്പം നമ്മളിതിൽ ഏതിൽ ഭക്തനിൽ പെടും? നമ്മൾ ഏത് ഭക്തനിലേക്ക് പെടുമെന്ന് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേത് ഭക്തനിലേക്ക് എത്തണം എന്ന് ചിന്തിക്കുക. ഇവിടെ എത്തേണ്ടത് അവസാനം പറഞ്ഞ ജ്ഞാനഭക്തനിലേക്കാണ്. ഭഗവാനെ അറിഞ്ഞ ഭക്തനിലേക്ക് എത്തുമ്പോഴാണ് ഭക്തി പൂർണ്ണമാകുന്നത്. എ ഗ്രേഡ് എന്നൊക്കെ പറയത്തില്ല, A+ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പൂർണ്ണമാകുന്നത് ഭഗവാനെ അറിഞ്ഞ ഭക്തനാവുന്നതിലേക്കാണ്. ആദ്യമേ ആർത്തഭക്തനായിട്ടൊക്കെ വരാം, പിന്നെ പതുക്കെ അത്യാർത്ഥിക്ക് വേണ്ടിയാവാം, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എല്ലാം നേടാൻ വേണ്ടിയല്ല, പിന്നെ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. അറിഞ്ഞു കഴിയുമ്പോൾ അറിഞ്ഞ ഭക്തനായി മാറണം. ഈ 4 പടി ഒരാൾ സ്ഥിരമായി ഒന്നും നിൽക്കാനും പാടില്ല, കടന്ന് വരണം. സ്ഥിരമായി നിൽക്കാൻ ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ, അവസാനത്തെ സ്ഥലം ജ്ഞാനഭക്തൻ എന്നുള്ളതിലാണ് സ്ഥിരമായി നിൽക്കേണ്ടത്. ബാക്കിയെല്ലാം കടന്നു വരണ്ട. പക്ഷെ പലപ്പോഴും പലരും കടക്കാറില്ല, അവരവരുടെ പടികളിൽ തന്നെ അങ്ങ് നിൽക്കും. 3 പടികളിൽ കടന്നു പോകേണ്ടതാണ്, ചവിട്ടി പോകേണ്ടത്. 4ാമത്തെ പടി എൻ്റെ ഏറ്റവും മുകളിലത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ 3 പടിയുണ്ട് അല്ലേ? 1, 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ാമത്തെ വന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമാണ്, പിന്നെ ചവിട്ടാൻ പടിയില്ല, അതുകൊണ്ട് അവിടെ നിൽക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ പടികൾ കടന്ന് വരേണ്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായി കടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറയണം, അർജുന, ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, 4 പേരും എന്നെ ആശ്രയിക്കുന്നവരാണ്, പക്ഷെ ഞാനെന്നാലും പ്രിയപ്പെട്ടവരായി മുഖ്യ പരിഗണന കൊടുക്കുന്നത് ജിജ്ഞാസു ഭക്തനും ജ്ഞാനിഭക്തനുമാണ്. മനസ്സിലായില്ലേ? കാരണം അവർ അല്പം കൂടി എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവരും പിന്നെ ഒന്ന് എന്നെ അറിഞ്ഞവരുമാണ്. മറ്റുള്ളവർ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം വരുന്നതാണ് അല്ലേ? ദുഃഖമുള്ളപ്പം ദുഃഖം മാറാൻ വരേണ്ടി വരുന്നു, മറ്റവൻ സമ്പത്തിന് വേണ്ടി വരുന്നു. എന്നാലും അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും എന്നെ ആശ്രയിക്കുന്നുണ്ട്, ഞാൻ പരിഗണിക്കാറുണ്ട്. പക്ഷെ എന്നാലും മുഖ്യമായ സ്ഥാനം ആദ്യത്തെ പറഞ്ഞ 2 പേർക്കാണ്, ജ്ഞാനി ഭക്തനും ജിജ്ഞാസു ഭക്തനും. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഭക്തനെ നിൽക്കുന്നു? ഏത് ഭക്തനെ നിൽക്കണം എന്ന് നമ്മൾ ആലോചിക്കുക. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനാവാൻ പരിശ്രമിക്കുക. അതിനാണ് ഭാഗവതം നമ്മളെ തയ്യാറാക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാഗവതം ഭഗവാനെ നേടിത്തരാനല്ല. ഭാഗവതം ഭഗവാനെ നേടാനുള്ള യോഗ്യത ആർജിക്കാനാണ്. മനസ്സിലായില്ലേ? ഭഗവാനെ നേടാനുള്ള യോഗ്യത ആർജിക്കലുണ്ട്. യോഗ്യത ആർജിച്ചാലേ ഭഗവാൻ പിന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ ആ യോഗ്യത ആർജിക്കാൻ ഒരു നല്ല ഭക്തനെ സൃഷ്ടിക്കാനാണ് ഭാഗവതം. ഒരു നല്ല ഭക്തനിൽ എന്തൊക്കെ ഗുണമുണ്ടോ, ഒരു നല്ല ഭക്തനിൽ എന്തൊക്കെ നിഷ്ഠയുണ്ടോ അത് കൃത്യമാക്കി തരാനാണ് ഭാഗവതം. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഭാഗവതത്തെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് തയ്യാറാവാം.